ഞാനിങ്ങനെ മ്യൂസിക് ഡയറക്ടർ ജോൺസനാണ് അങ്ങനെ പറഞ്ഞ അപ്പം തന്നെ ബോധം കെട്ടുപോയി. അപ്പോൾ ഒരു വേഗം തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് അവിടെ അടുത്തുള്ള ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോഴേക്കും ഒരാൾ ഓടി വന്നു, ജോൺസൺ മാഷിന്റെ വൈഫാണോ? നമ്മൾ തന്നെ അത് ചോദിച്ചു, ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള നാട്ടിൽ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂം ഉള്ളിനുള്ളിൽ താലോലം തളം തേടും. ഒരു വയല് മുഴുവനും വൈരം പതിച്ചതുപോലെ ആക്കിയത് ജോൺസനാണ്, ഞാനല്ല. സൂര്യാംശു ഓരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു. ചൈനക്കാരി പോലെ നിൽക്കുന്ന വേഷമിട്ട ആൾക്കാർ പാടുമ്പോ ആ പാട്ടറിയോ? ഇങ്ങനെ ചിത്രം എപ്പോഴും വിളിക്കും, അന്വേഷിക്കുകയൊക്കെ ചെയ്യും. എനിക്കിപ്പോൾ എന്തെങ്കിലും ചിത്രത്തോട് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, ചിത്രം ഫ്രീ ആണോ എന്ന് ചോദിച്ച മെസ്സേജ് ഉടനെ വിളിച്ചിട്ടുണ്ടാവും ഫ്രീ ആണെങ്കിൽ. മൗന സരോവരമാകെ ഉണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നീ. അവള് നിർബന്ധിച്ച് അത് അന്ന് രാത്രി ഇരുന്ന് ചെയ്ത് പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്ത് മോൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. പിന്നത്തെ ബർത്ത്ഡേക്ക് അവളില്ലല്ലോ, അവള് ഫെബ്രുവരിയിൽ അവളും പോയില്ലേ. മാതളങ്ങൾ തളിർച്ചോടിയില്ലേ, കതിർപ്പാൽ മണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിടപ്രാക്കളില്ലേ, പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാ കുളിർച്ചോടി വരാം. പവിഴം പോൽ പവിഴാധരം പോൽ പനിനീർ പൊന്മുകുളം പോൽ. വൈനി സാറിന്റെ അസാധ്യമായ വരികളാണ്. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർ പാൽമണികൾ കനവാർന്നതില്ലേ. അതായത് പ്രഭാതത്തിന്റെ ചില ദൃശ്യങ്ങളാണ്. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർ പാൽമണികൾ എന്ന് ഉദ്ദേശിക്കുന്ന വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇറ്റ് വീഴാൻ പോകുമ്പോൾ സൂര്യപ്രകാശം അടിക്കുമ്പോൾ പാലിന്റെ നിറമാകും. അപ്പോൾ കതിർ പാൽമണികൾ കനവാർന്നതില്ലേ. ഇതേപോലെയാണ് ജയകുമാർ സാർ എഴുതിയിട്ടുള്ള സൂര്യാംശു ഓരോ വയൽപ്പൂവിലും വൈരം പതിക്കുന്നുവോ. അതിനെക്കുറിച്ച് ശരിക്കും ജയകുമാർ സാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വയല് മുഴുവനും വൈരം പതിച്ചതുപോലെ ആക്കിയത് ജോൺസനാണ്, ഞാനല്ല എന്നാണ്. ആ പാട്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അതേപോലെ തന്നെയാണ് സായന്തനം നിഴൽ വീശിയില്ല ശ്രാവണ പൗർണമി. അതേപോലെ സാരംഗി മാറിലാണിയും എന്ന് പറയുന്ന ആ പാട്ടില്ലേ, അത് ഭയങ്കര ഈ സംഗീത പ്രേമികളുടെ ഇടയിൽ ഭയങ്കര ഡിമാൻഡുള്ളൊരു പാട്ടാണ്. ജയകുമാർ സാറിനും ഇഷ്ടമുള്ള പാട്ടുകളിൽ ഒന്നാണത്. ഇതിലേതെങ്കിലും അറിയാം ജയകുമാർ സാറിന്റെ? സൂര്യാംശു സൂര്യാംശു. സൂര്യാംശോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നു, സീമന്ത കുങ്കുമ ശ്രീയണിഞ്ഞു ചെമ്പകം പൂക്കുന്നു. മണ്ണിന്റെ പ്രാർത്ഥനാലാവണ്യമാ വിണ്ണിന്റെ ആശംസയാ, വിണ്ണിന്റെ ആശംസയാ. അടിപൊളി. മാളൂട്ടിയിലെ ഭരതൻ സാറിന്റെ മാളൂട്ടിയിലെ മൗനത്തിൻ ഇടനാഴിയിൽ എന്ന് പറയുന്ന പാട്ടുണ്ട്. ഭയങ്കര രസമാണ്. അതിൽ തന്നെ സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ, അതറിയോ? സ്വർഗങ്ങൾ സ്വപ്നം കാണും മണ്ണിൻ മടിയിൽ വിടരുന്നേതോ ഋതുഭാവങ്ങൾ, നിറമേഴിൻ തുമ്പത്ത് സ്വരമേളത്തിരയാട്ടം, മാരിക്കാർ മുഖം മാറിൽ ചാർത്തിയിടും മാനം. ഈ പാട്ടിനെ കുറിച്ച് ജോൺസൺ മാഷ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ, സാധാരണഗതിയിലൊക്കെ
നമ്മൾ വിണ്ണിനെ സ്വപ്നം കാണുന്ന സമയത്ത് ഇത് മണ്ണിനെയാണ് സ്വപ്നം കണ്ടത്. തിരിച്ചാണ് സാധാരണഗതിയിൽ എഴുതാറുള്ളത്. നമ്മളിവിടെ നിന്നിട്ട് സ്വർഗത്തെ സ്വപ്നം കാണും, പക്ഷേ ഇതിനകത്ത് നേരെ തിരിച്ചാണ് എഴുതിയിരിക്കുന്നത്, മണ്ണിനെയാണ് സ്വപ്നം കണ്ടത്. അതുകൊണ്ട് ഇത് ഭയങ്കര പ്രത്യേകതയുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാ ഈ മ്യൂസിക് അല്ലാതെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഏരിയാസ് ഏതൊക്കെയാ മാഷിന്റെ? പാട്ട് പാടാൻ ഇഷ്ടമാണ്. കുക്കിംഗ് ഒക്കെ ചെയ്യുമോ? ഏയ് അടുക്കളയിലൊന്നും വന്നിട്ടില്ല. മൈക്രോവേവിൽ വെച്ചിട്ട് ചായ ഉണ്ടാക്കി കുടിക്കും, അത്രേ ഉള്ളൂ. വേറെ ഒന്നും അറിയാനും പാടില്ല, ഒന്നും ചെയ്യില്ല. അമ്മ തന്നെയാണോ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഷർട്ട് അയൺ ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്നത്? അല്ലെങ്കിൽ പുറത്ത് ചെയ്യിപ്പിക്കും, അല്ലെങ്കിൽ അയൽക്കാര് വന്നില്ലെങ്കിൽ ഞാൻ തന്നെ ചെയ്യും. അപ്പൊ വീടൊക്കെ എങ്ങനെ സൂക്ഷിക്കണമെന്നാണ് മാഷിന്റെ ഒരു കോൺസെപ്റ്റ്? അതൊക്കെ ഭയങ്കര ഇതായിരുന്നു. എന്തെങ്കിലും ഒരു പേപ്പർ വേഷം താഴെ വിടാൻ എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് പറയും. അപ്പൊ അങ്ങനെയൊക്കെ ഇഷ്ടമേ അല്ലായിരുന്നു. എല്ലാം എടുത്ത് നീറ്റാക്കി വെക്കണം. ഇങ്ങനെ ഇന്റർവ്യൂവിനൊക്കെ ആരെങ്കിലും വന്നാലും അവരോട് പറയും, പോകുമ്പോ ഇതെല്ലാം ഇരുന്നേച്ച പോലെ വെച്ചിട്ട് പോകണം കേട്ടാന്ന് പറയും. അതുപോലെ അത്രക്ക് ഇതായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്ന ആളായിരുന്നു. ഈ കുട്ടികളൊക്കെ എന്ത് കാര്യത്തിലായിരുന്നു ദേഷ്യപ്പെട്ടിരുന്നത്? ഇപ്പൊ പഠിക്കുന്ന കാര്യത്തിലൊക്കെ എന്തായിരുന്നു അഭിപ്രായമൊക്കെ? അങ്ങനെ ഭയങ്കര നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. അവർക്ക് എന്താണ് ഇഷ്ടം, പഠിക്കാൻ എന്താവണം എപ്പോഴും അറിയായിരുന്നു. മ്യൂസിക് അത് ഇതെന്നും പറഞ്ഞിട്ട് പഠിത്തം വിട്ടിട്ട് ഇതിലേക്ക് ചാടരുത്. പഠിച്ച് നീ എന്തെങ്കിലും എന്താണെന്ന് വെച്ചാൽ അത് നിന്റെ സ്വന്തമാക്കിയിട്ട് നീ ഇതിലേക്ക് വന്നാൽ മതി എന്ന് പറയുമായിരുന്നു മോളോട്. മോൻ കുറച്ച് ഇൻട്രോവേർട്ടഡ് ആയിരുന്നു. അത് കാരണം അവന് അങ്ങനെയുള്ള പാട്ടിലും ഇതിലൊക്കെ ഒന്നും പാടാനൊക്കെ പറ്റുമായിരുന്നു. പാട്ടൊക്കെ കേൾക്കുമ്പോൾ പറയും, ഓ അത് പോയല്ലോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് പറയാനും ക്രിറ്റിസൈസ് ചെയ്യായിരുന്നു പാട്ട് കേൾക്കുമ്പോൾ. ആളിനും ബൈക്ക് റൈസ് ആയിരുന്നു ഇഷ്ടം മോന്. ആർട്ടിസ്റ്റുകളൊക്കെ ഇവിടെ വരുമ്പോഴൊക്കെ അമ്മ എങ്ങനെയായിരുന്നു അവരോടൊക്കെ വർത്താനം പറഞ്ഞിരുന്നത്? ഇപ്പം മമ്മൂക്കയെ അറിഞ്ഞൂടായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിന് ശേഷമൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വീട്ടിലേക്കൊന്നും വരാറില്ലായിരുന്നു. എല്ലാം സ്റ്റുഡിയോയിലൊക്കെ പുറത്ത് വെച്ച് കാണുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ പിന്നെ ഞാൻ വർത്തമാനം പറയേണ്ട കാര്യമില്ലല്ലോ. അല്ല, അമ്മ പൊതുവിൽ അവരെ എങ്ങനെയാണ് കണ്ടിരുന്നത്? അവരോടൊക്കെ ഇടപെടുകാൻ ഇഷ്ടമായിരുന്നോ? എന്തായിരുന്നു? കാണാൻ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ സിനിമയിൽ കാണുന്ന ആൾക്കാരെ നേരിൽ കാണുമ്പോ ഇഷ്ടമുണ്ടാവില്ല, അതുപോലെ ഒരു ഇഷ്ടം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന ആളിനെ കാണാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ മാഷിനോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലേ, ദാസേട്ടന്റെ പാട്ട് ഞാൻ എപ്പോഴും പറയുമായിരുന്നു. ദാസേട്ടന്റെ ശബ്ദം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് പറയുമായിരുന്നു. ദാസേട്ടന്റെ ഭയങ്കര പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര പാടണ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. വോയിസിന്റെ വ്യത്യാസങ്ങളെ കുറിച്ച് പഠിച്ച ഒരു ഡോക്ടർ റിസർച്ച് ചെയ്യുന്നൊരു കക്ഷിയാണ് ഈ വോയിസിന്റെ മാറ്റങ്ങളെ കുറിച്ചൊക്കെ. പുള്ളി പറഞ്ഞത് മെല്ലെ മെല്ലെ പാടിയത് ദാസറിന്റെ ഏറ്റവും നല്ല കാലഘട്ടങ്ങളിൽ എന്ന് വെച്ചാൽ ഏറ്റവും നല്ല വോയിസ് വന്ന കാലഘട്ടങ്ങളിലാണ് മെല്ലെ മെല്ലെ പാടിയിട്ടുണ്ടെന്ന് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പുറത്തൊക്കെ യാത്ര ചെയ്യുന്നൊക്കെ എങ്ങനെയായിരുന്നു? ഒരുമിച്ച് ഫാമിലി ആയിട്ടായിരുന്നോ? നാട്ടിലേക്കൊക്കെ എന്തെങ്കിലും വരുമ്പോ തന്നെ പറയും ഗന്ധർവ സംഗീതത്തില്. അതിലൊക്കെ വരുമ്പോ എന്നോട് പറയും, നീ പിള്ളേരുടെ അടുത്ത് നോക്കിക്കോ, ഞാൻ മാനേജ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് പോരും. പിറ്റേ ദിവസം പറയും, നിനക്ക് PNR നമ്പർ അയച്ചിട്ടുണ്ട്, അടുത്ത ഫ്ലൈറ്റിൽ ഇങ്ങോട്ട് പോന്നേക്കെന്ന് പറഞ്ഞിട്ട് പറയും. എനിക്ക് നിൽക്കാൻ പറ്റില്ല, നീ വന്നോ വേഗം എന്ന് പറയും. അതിന് പോകുമ്പോഴേ പിള്ളേർ പറയും, അമ്മയുടെ പെട്ടി പാക്ക് ചെയ്തോട്ടോ, നാളെ അമ്മക്ക് പോകേണ്ടി വരും. അത് അങ്ങനെ ഒരു ശീലമായി പോയി. എല്ലായിടത്തും പോകുമ്പോ കൊണ്ടുപോകുമായിരുന്നല്ലോ. അവസാനം പോയപ്പോ മാത്രം എന്നെ ഇട്ടിട്ട് പോയത്. ഐഡിയ സ്റ്റാർ സിംഗറിൽ ചേട്ടൻ ജഡ്ജായിട്ട് വരാനായിട്ട് വിളിച്ചിട്ട് അതിന് വരാനായിട്ട് നിൽക്കണമായിരുന്നു. അപ്പോൾ ഇങ്ങനെ ലാസ്റ്റ് മുടി അപ്പോൾ എപ്പോഴും എന്നോട് പറയും, നീ ഒന്ന് ട്രിം ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറ്റണ പോലെയൊക്കെ ഞാൻ ട്രിം ചെയ്ത് കൊടുക്കും. ഇവിടേക്ക് മുടി ഇല്ലല്ലോ, അത് കാരണം അപ്പോൾ ചേട്ടൻ പറയാ അവിടെ ഒന്നും പോകണ്ട, നീ ഒന്ന് ട്രിം ചെയ്ത് തന്നോ നീളം കൂടി, അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമായിരുന്നു. എന്നിട്ട് പിന്നെ ലാസ്റ്റത്തെ ദിവസം ഞാൻ പറഞ്ഞു, അവിടെ ഇപ്പം ഇതിൻ്റെ വല്ല ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പം ഓണത്തിൻ്റെ സമയമായിരുന്നു. അപ്പം ആ സമയത്ത് അപ്പം ഞാൻ പറഞ്ഞു, അപ്പം അവരിങ്ങനെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു മര്യാദയ്ക്ക് അവിടെ പോയി ബ്യൂട്ടി പാർലറിൽ പോയി കട്ട് ചെയ്തിട്ട് വന്നു, ഞാൻ വരും അന്നാ നിയമാന്ന് പറഞ്ഞിട്ട് എന്നെയും കൂട്ടിക്കൊണ്ട് പോയത്. എന്നിട്ട് അവിടെ ഇരുത്തിയിട്ട് അപ്പം ഞാൻ പറഞ്ഞു നല്ലോണം ചെറുതാക്കി മുറിക്കാൻ പറയാം ചേട്ടാ എന്ന് പറഞ്ഞു. അപ്പം അവിടെ ഇരുന്നിട്ട് അയാളോട് പറയുമ്പോൾ ചെറുതാക്കി മുറിച്ചാൽ ഇവിടേക്ക് ഇങ്ങനെ മുടിയില്ലാത്തതുകൊണ്ട് ഇതാവും എന്ന് പറഞ്ഞു. അപ്പം കേട്ടോ നീ പറഞ്ഞത്, അങ്ങനെ ചെയ്യാൻ പറ്റൂല എന്നാ പറഞ്ഞത്. അവിടെ ഇരുന്നിട്ട് പറയുന്നു. ഇടയ്ക്ക് റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരത്തുനിന്നോ മറ്റോ വരുന്ന സമയത്ത് ഒരു അപകടം പറ്റി. അതെ അതെ, തിരുവല്ല വെച്ചിട്ടാണ്. തിരുവല്ലയിലെത്തിയപ്പോഴാണ് ചേട്ടൻ ഡോറിന്റെ അരിയിലാണ് നിന്ന് വെച്ചത്. ഡോർ വന്ന് അടിച്ചപ്പോഴേക്കും ചേട്ടൻ പുറത്തേക്ക് തെറിച്ച് വീണു. അപ്പം
തെറിച്ച് വീണപ്പോൾ എണീറ്റ് അപ്പോൾ ഈ അവിടുത്തെ തൊഴിലാളികൾ അവർ വന്നിട്ട് ഇങ്ങനെ വന്ന് വീണ് കണ്ടിട്ട് അവർ ഓടി വന്ന് അപ്പോൾ ചേട്ടൻ എണീറ്റിട്ട് പറഞ്ഞു ഇതെവിടെ സ്ഥലമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു തിരുവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ തിരുവല്ലയിൽ എൻ്റെ പ്രൊഡ്യൂസർ ബാബു ഉണ്ട്, തിരുവല്ല ബാബു എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡ്യൂസർ ഉണ്ടല്ലോ. അപ്പോൾ ഒന്ന് അറിയിക്കണം, ഞാനിങ്ങനെ മ്യൂസിക് ഡയറക്ടർ ജോൺസനാണ്, ഞാൻ തൃശ്ശൂർക്ക് പോകണമെന്നാണ് അപ്പോൾ ചേട്ടൻ്റെ ഉള്ളിൽ വന്നത്. ചേട്ടൻ ചെന്നൈയിലേക്ക് വന്നുകൊണ്ടിരിക്കണായിരുന്നു, ഇവിടെ പടം കാണാൻ വന്നിട്ട് വേണ്ടത്. അപ്പം അത് കഴിഞ്ഞ് അങ്ങനെ പറഞ്ഞ് അപ്പം തന്നെ ബോധം കെട്ടുപോയി. അപ്പോൾ ഒരു വേഗം തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ടാണ് അവിടെ അടുത്തുള്ള ഏതൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പം അവർ പെട്ടെന്ന് ബ്ലീഡിങ് കണ്ടിട്ട് അവരിങ്ങനെ ഭയങ്കര പെട്ടെന്ന് സ്റ്റിച്ചിട്ടു, ഒന്നും ശരിക്കൊന്നും വെച്ചിടാഞ്ഞിട്ടേ അവിടെ ആ സ്കാർസ് ഇങ്ങനെ അവസാനം വരെ ഉണ്ടായിരുന്നു, അത് പോയേയില്ല. എന്നിട്ടാണ് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയായിരുന്നു, എന്തൊക്കെയായിരുന്നു ഈ ഫുഡിങ് സ്റ്റൈലും? അങ്ങനെയൊന്നുമില്ല, സിമ്പിൾ ആയിരുന്നു എല്ലാ കാര്യത്തിലും, എന്ത് കൊടുത്താലും കഴിക്കും അങ്ങനെയൊക്കെ. അതെ, പിന്നെ വെജൊക്കെ അത്ര ഇഷ്ടമല്ലാന്നേ ഉള്ളൂ, നോൺ വെജൊക്കെ എന്തായാലും മതി. മീനോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണോ? അതെ, മീൻ ഇറച്ചി എന്തെങ്കിലും ഒക്കെ മതി. അതിന്റെ ടേസ്റ്റിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ഒന്നുമില്ല, എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്താൽ മതി. അതെ, കഴിച്ചോളും. എപ്പോഴെങ്കിലും അങ്ങനെ എന്തെങ്കിലും കൊതി പറഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെ ഒരു പ്രത്യേക സാധനം കഴിക്കാനൊക്കെ? അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അതൊക്കെ മോളാണ് പറയുന്ന ആള്. അവള് ഇവിടെ ഞങ്ങള് ചേട്ടനും മോനൊക്കെ പോയി കഴിഞ്ഞിട്ട് മോള് ഉണ്ടായി. മോള് ജനുവരിയില് അവര് പൊന്നുരുക്കും പൂക്കാലോ എന്ന് പറഞ്ഞ ഒരു ബുക്ക് റിലീസ് ചെയ്തു, കാലിക്കറ്റായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ പോയപ്പോ ഞാനും മോളും കൂടിയാണ് പോയിച്ചത്, ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പം ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഞങ്ങൾ പോവുകയാണ് ചെയ്തത്. അപ്പം അവിടെ പോയപ്പോൾ അവിടെ ഏതൊരു റേഡിയോ സ്റ്റേഷനിൽ നിന്നാണ് വന്നിട്ട് ടിറ്റുവിൻ്റെ അടുത്ത് മോളുടെ അടുത്ത് വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ വെച്ചു. അപ്പോൾ അവരോട് ചോദിച്ചു, മാഡത്തിന് ഇവിടുത്തെ ഫുഡ് ഏതാ ഇഷ്ടം? എനിക്ക് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ് ഇഷ്ടം. ഫുഡ് അത്യാവശ്യം ഉണ്ടാക്കുന്നവർക്ക് ഇഷ്ടമായിരുന്നല്ലേ? മോൾക്ക് ഭയങ്കര, മോളെ അഭിപ്രായം, മോന് ഇങ്ങനെ അഭിപ്രായം ഒന്നും പറയില്ല. ചോദിക്കുമ്പോൾ എടാ കൊള്ളാമോ, നല്ലതാണ്, കൊള്ളാം, അത്രേ ഉള്ളൂ. ഡാഡിയും അതുപോലെ തന്നെ ആയിരുന്നു, കൊള്ളാമോ ചേട്ടാന്ന് ചോദിച്ചാൽ കൊള്ളാം എന്ന് മാത്രം പറയും. അല്ലാതെ ഹായ് നന്നായിട്ടുണ്ടെന്ന് പറയുന്നത് മോള് മാത്രമായിരുന്നു. ഈ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ് എല്ലാം വായിക്കുമായിരുന്ന ഒരാളായതുകൊണ്ട് തന്നെ അത്യാവശ്യം ദേവരാജൻ മാസ്റ്റർ അവിടെ ശമ്പളമൊക്കെ അത്യാവശ്യം കിട്ടുമായിരുന്നു. ഞാൻ പറഞ്ഞു കേട്ടത് 150 രൂപ ജോൺസൺ മാഷ് വാങ്ങിക്കുന്ന സമയത്ത് ഇളയരാജ സാറ് 80 രൂപ വാങ്ങിച്ചൊരു സമയമുണ്ടെന്ന് ദേവരാജൻ മാസ്റ്ററുടെ അവിടെ ഇത്തരത്തിലുള്ള ഒരുപാട് പേര് വന്ന് പിൽക്കാലഘട്ടത്തിൽ ലെജൻസ് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ കമലഹാസൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ഒരു പ്രാവശ്യം. അപ്പൊ എനിക്ക് കമലഹാസനെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രാവശ്യം ഏതൊരു മലയാളം പടത്തില് കമലഹാസൻ പാടിയിട്ടില്ലേ, അപ്പൊ അത് പാട്ട് മാഷ് പഠിപ്പിക്കാൻ വിട്ടത് ചേട്ടനെയാണെന്ന്. അവിടെ മാഷിന്റെ വീട്ടിൽ വന്നപ്പോ ജോൺസൺ പറഞ്ഞു കൊടുക്കുന്നു പറഞ്ഞു വിട്ടത് ചേട്ടനായിരുന്നു എന്ന് പറഞ്ഞു. അതല്ലാണ്ട് ചേട്ടന് ആദ്യത്തെ അവാർഡ് കിട്ടിയപ്പോഴൊക്കെ സ്റ്റേറ്റ് അവാർഡ് എന്തോ കിട്ടിയപ്പോൾ കമലഹാസൻ ഒരു ബൊക്കെയൊക്കെ കൊടുത്തു വിട്ടു, അയാളുടെ മാനേജർ കൊണ്ടുവന്ന് കൊടുത്തിട്ട് പോയി ചേട്ടന്. ദാസാറിനെ കുറിച്ച് അഭിപ്രായം പറയുമ്പോ എന്തായിട്ടാണ് പറയണേ? അല്ല, പാട്ടിനെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ്, അങ്ങനെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ദാസന് ഭയങ്കര തിരക്കായതുകൊണ്ട് ഒരു ട്രാക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ കാത്തിരിക്കല്ലേ, അതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ളൂ, അല്ലാതെ അത്തരം കാര്യങ്ങളാണ് പറയാറുള്ളത്. പിന്നെ പാട്ട് പഠിക്കുമ്പോ എന്തായാലും ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ ഈ പറഞ്ഞു കൊടുക്കുമ്പോഴൊക്കെ. അപ്പൊ അതിനൊക്കെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. ചേട്ടന്റെ എപ്പോഴും ചേട്ടൻ പറഞ്ഞു കൊടുക്കണ പോലെ തന്നെ പാടണതാണ് ഇഷ്ടം. ഇവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, അവരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത്, ദാസേട്ടൊന്നും പറഞ്ഞു കേട്ടിട്ടല്ല കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ പാടിയാ മതി എന്ന് പറയുമെന്ന് പറഞ്ഞു. ഇടയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ളൊരു പാട്ട് സ്വർണ്ണലത പാടിയിട്ടുള്ള ചൈനീസ് മ്യൂസിക് പോലെ ദിലീപിന്റെ അതെ അതെ അതിനകത്ത് ഒരു പാട്ടുണ്ട്, ചൈനക്കാരി പോലെ നിൽക്കുന്ന വേഷമിട്ട ആൾക്കാർ പാടുമ്പോ ആ പാട്ട് അറിയോ? ഇങ്ങനെ വേറെ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷെ ഭയങ്കര രസം, അത് ഒരു വേറിട്ട പാട്ടാണ്. മധുചന്ദ്രികേ നീ മറയുന്നുവോ ആദ്യാനുരാഗം തുളുമ്പും രാത്രിയിൽ മധുചന്ദ്രികേ നീ മറയുന്നുവോ. അതിൽ സുജാത ചേച്ചിയുടെ വോയിസ് വേറൊരു തരത്തിൽ ഉപയോഗിച്ചിട്ടുള്ളൊരു ആളാണ്. ഇപ്പം ചിത്ര ചേച്ചി പാടുമ്പോലെ
പള്ളിത്തേരുണ്ടോ ഒക്കെ പാടുമ്പോഴും അതേപോലെ കാക്കക്കറുമ്പനില്ലേ, കാക്കക്കറുമ്പൻ, അതെ, ഒരു പുന്നാരിച്ചു അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ചേച്ചിയുടെ വോയിസ്. കാക്കക്കറുമ്പൻ ഒന്ന് മോള്. കാക്കക്കറുമ്പൻ കണ്ടാൽ കറുമ്പൻ, കാർവർണ്ണൻ നീല കാർവർണ്ണൻ, കാലിയെ മേച്ചു നടക്കുമ്പോൾ കാലുച്ചയില്ലാതെ വന്നപ്പോൾ പാവമി ഗോപിക പെണ്ണിൻ മനസ്സിലെ തൂവെണ്ണ കിണ്ണം കാണാതായി ആരാനും എങ്ങാനും കണ്ടാലും കണ്ണൻ നീ കാട്ടും മായാജാലം. സുജാത ചേച്ചിയും ചിത്ര ചേച്ചിയും കൂടെ ഒരുമിച്ച് പാടിയതാണ് വൈഡൂര്യ കമ്മലണി. അത് ഈ പുഴയും കടന്നില്ല. അതേപോലെ ഈ രാജഹംസമയെ പോലെ തന്നെ ചിത്ര ചേച്ചിയെ അത്രയും പോപ്പുലർ ആക്കിയ ഒരു പാട്ടാണ് മൗന സരോവരം. ഒരു അസാധ്യ സവിധത്തിലെ നല്ല പാട്ടാണ്. അത് പാടിയേ പറ്റും. മൗന സരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു കനകാങ്കുലിയോ തമ്പുരുമീട്ടും സുരസുന്ദരിയോ യാമിനി പോലും പാടുകയായി മധുഗാനം മായാ മൗന സരോവരമാകെയുണർന്നു സ്നേഹമനോരഥവേഗമുയർന്നു. അതേപോലെ പി ജയചന്ദ്രൻ സാറിന് ഒന്ന് തൊടാനുള്ളിൽ തീരാമോഹമല്ലേ, അതിന്റെ ഇടയില് നീ വരുന്ന വഴിയോര സന്ധ്യയിൽ അല്ലേ, നീ വരുന്ന വഴിയോര സന്ധ്യയിൽ സന്ധ്യയിൽ അത് ഭയങ്കര ഇഷ്ടമാണ് പാടാൻ എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്, ജയചന്ദ്രൻ സാർ പറഞ്ഞിട്ടുണ്ട്. ആ വരികൾ അത്രയും ആസ്വദിച്ചാണ് ഓരോ വട്ടം പാടുന്നത് എന്ന് പറയാറുണ്ട്. ഓർമ്മയിൽ നിൽക്കുന്ന പാട്ട് പറയുമ്പോൾ ഏതൊക്കെ പാട്ടുകളാ പറയാ? എന്റെ മൺവീണയിൽ ഇഷ്ടമാണ്, ഗന്ധർവനിലെ പാട്ട് രണ്ടും ഇഷ്ടമാണ്. രണ്ടല്ല 3 പാട്ടും ഇഷ്ടമാണ്. ദേവാംഗനങ്ങളും ദേവിയും പാലപ്പൂവേ, പിന്നെ പവിഴം പോൽ അതെനിക്ക് ഇഷ്ടമാണ്. ഇതെല്ലാം എനിക്ക് ഇഷ്ടമാണ്. എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. ഞാൻ വിട്ടുപോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. എങ്കിലും കിരീടത്തിന് ശേഷം ചെങ്കോല് വന്നല്ലോ. ചെങ്കോല് മധുരം ജീവാമൃത ബന്ധു. എന്റെ റെക്കോർഡിങ്ങിന്റെ സമയത്തൊക്കെ ചേട്ടൻ കുറച്ച് ടെൻഷനിലായിരുന്നു. കിരീടത്തിന്റെ 2ാം പാർട്ട് എന്നുള്ള പാട്ടിലായിരുന്നു. അപ്പൊ ആ സമയത്ത് ചേട്ടന് അതിനേക്കാളും നല്ല പാട്ട് വരണം ഇതിലെന്നും പറഞ്ഞിട്ടായിരുന്നു അവർ അപ്രോച്ച് ചെയ്തിരുന്നത്. അപ്പൊ ചേട്ടന് അതിനേക്കാളും നല്ല പാട്ട് വരണേ എന്നുള്ളതില് ഭയങ്കര കുറെ ടെൻഷനായിരുന്നു. അങ്ങനെ പക്ഷെ ഹിറ്റായിരുന്നു ആ പാട്ട്. ഒരു തെരുവ് ഗായകൻ പാടുമ്പോഴും നമ്മൾ തന്നെ അത് ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പാടാൻ ശ്രമിച്ചിട്ടുള്ള ഒരു പാടാണ്. പക്ഷെ നമ്മളങ്ങനെ ശ്രമിക്കുമായിരുന്നു. നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഒരാളാണ് ഗിരീഷ് ചേട്ടൻ്റെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും, ജയറാമേട്ടൻ്റെ സിനിമയിലെ. ഭയങ്കര രസമാണ് അത്. ഗിരീഷ് ചേട്ടൻ്റെ ഏറ്റവും നല്ല എന്താ പറയാ ഇറോട്ടിക് വരികളിൽ ഒന്നാണ് വെള്ളിത്തിങ്കൾ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര രസമാണ്. അതൊന്ന് നോക്കടാ. വെള്ളിത്തിങ്കൾ പൂങ്കിണ്ണം തുള്ളിത്തൂവും ഉള്ളിനുള്ളിൽ താലോലം തളം തേടും കണാപ്പൂഞ്ചിപ്പിലെ തെങ്കാശിക്കുങ്കുമം എള്ളോളം നുള്ളി നോക്കവേ. ഇതിൻ്റെ ഒരു ചെറിയ സാധനം കിടപ്പുണ്ട്. അതേപോലെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ സദയവും തനിയാവർത്തനവും 2 അസാധ്യ സിനിമകളാണ്. തനിയാവർത്തനിൽ അവസാനം ഈ ചോറ് കൊടുക്കുന്ന ഒരു സീൻ, അതാണ് നമ്മളെ ഏറ്റവും നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു സീൻ. കരഞ്ഞു പാടുന്ന സിനിമയാണത് തനിയാവർത്തനം. അത് കണ്ടത് ഓർക്കുന്നുണ്ട്. എങ്ങനെയായിരുന്നു തിയേറ്ററിലത്? തിയേറ്ററിലല്ല, ഞങ്ങൾ അവിടെ പ്രീവ്യൂ ഷോയാണ് കണ്ടത്. എല്ലാരും കരഞ്ഞു കഴിഞ്ഞാണ്.
കരഞ്ഞിട്ടാണ് തിരിച്ചു വന്നത്. ആ സമയത്ത് ഒരു ലല്ലബിയാണ് കൊടുത്തേക്കുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. സതയത്തില് ഒരു ക്ലോക്കിന്റെ ഒരു സാധനം ഉപയോഗിച്ചിട്ടുണ്ട് മാഷ്. ഈ മനുഷ്യന് വാറണ്ട് വന്ന് കഴിഞ്ഞ് ആ ക്ലോക്ക് ഇങ്ങനെ ആവർത്തിച്ച് ക്ലോക്കിന്റെ ടിക് 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 സാധനം വരും. ഒരു സമയം അറിയിക്കുന്ന ഒരു സാധ്യതയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിന്റെ BGM-ല്. അത് ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളിലൊന്നാണ്. അധികം സംസാരിക്കുന്ന പ്രകൃതക്കാരി അല്ലേ, കുറച്ച് ഇൻട്രോവേർട്ടാണ്. അതെ ചേട്ടനും മോളുമായിരുന്നു സംസാരിച്ചിരുന്നത്. ചേട്ടനും മക്കളും ഒക്കെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വേറൊരു മാനസികാവസ്ഥയിലേക്ക് ആയതാണ്. എനിക്ക് ആരും മനുഷ്യരെ ആരെയും കാണണ്ട, അങ്ങനെ ഒരു അവസ്ഥയിലായിരുന്നു. നമുക്ക് 41-നാണല്ലോ കുർബാനയൊക്കെ പള്ളിയിൽ ചെയ്യണത്. അപ്പം അതിൻ്റെ ദിവസം വരെ രാവിലെ എണീറ്റ് ഒരാൾ വന്നിട്ട്, അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വന്നിട്ട് എന്നെ അമ്മച്ചനെയും പള്ളിയിൽ കൊണ്ടുപോകും, തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് ആക്കും. ഞാൻ മുറി കയറി വാതിലടക്കും. അമ്മച്ചി വല്ല ഫുഡും കൊണ്ടുവന്ന് തന്നാൽ ഞാൻ വാങ്ങി കഴിക്കും. എനിക്ക് മരുന്ന് കഴിക്കാനുണ്ടല്ലോ, കുറേ മരുന്നുണ്ട്. അപ്പം മരുന്ന് കഴിക്കാനുള്ളതുകൊണ്ട് ആ ഫുഡ് കഴിക്കണം എന്നുള്ള ഒരു ഇതിൽ കഴിക്കും, അവിടെ കിടക്കും. പിറ്റേ ദിവസം രാവിലെ പള്ളിയിൽ പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അങ്ങനെയായിരുന്നു 41 ദിവസം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ സ്വന്തത്തിലുള്ള ഒരു ഫാദറുണ്ട്, ഫാദർ ബോസ്കോ ഞാളിയത്ത് എന്ന് പറഞ്ഞിട്ട്. ആ അച്ഛനെ വന്നിച്ചും ഞങ്ങൾ അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ധ്യാനമൊന്നും നടക്കണില്ല, എന്നാലും ഞങ്ങൾ അവിടെ 12 ദിവസം ആ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചു. അപ്പോൾ ആ സമയത്തൊക്കെ എന്നോട് പറയും, എനിക്കിങ്ങനെ ഭയങ്കര, എനിക്ക് മനുഷ്യരാരും കാണണ്ട, വെറുതെ വാതിലടച്ച് വീട്ടിലിരുന്നാൽ മതി എന്നുള്ളത്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയാൽ ആരെങ്കിലും എന്ത് ഇതിനെപ്പറ്റി ചോദിച്ചാൽ അപ്പം എനിക്ക് കരച്ചില, ഒന്നും വർത്താനം പറയാൻ പറ്റില്ല, കരച്ചിലെങ്ങനെ വന്നു. അപ്പം അച്ഛൻ എപ്പോഴും വന്ന് വഴക്ക് പറഞ്ഞു, അമ്മ ഇങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് കരഞ്ഞിട്ട് എന്താ പ്രയോജനം, അങ്ങനെ കരഞ്ഞിട്ട് ഒരു പ്രയോജനമില്ല, അവിടെ പോയി തമ്പുരാൻ്റെ മുമ്പിലിരുന്ന് കരയും, അതിന് പ്രയോജനം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് ഇങ്ങനെ കാണിക്കും. അങ്ങനെ അവിടെ 12 ദിവസം അവിടെ നിന്ന് നല്ലോണം കരഞ്ഞ് തീർത്ത് എൻ്റെ സങ്കടമൊക്കെ മാറി. അപ്പോഴാണ് എനിക്ക് അവരങ്ങനെ പോയി. അത് എനിക്ക് ബൈബിളിലൊരു വചനമുണ്ട്, ആ അച്ഛൻ ആ വചനം പറഞ്ഞിട്ടാണ് എന്നോട് പറഞ്ഞത്, മനുഷ്യനിൽ ആശ്രയം വെക്കുന്നതിനേക്കാൾ ദൈവത്തിൽ അഭയം തേടുന്നത് നല്ലതെന്ന്. ആ വചനമാണ് ശരിക്കും എന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു 4ാമത്തെ ഒരു ഫോട്ടോയായിട്ട് അവിടെ ഇരുന്നാൽ അവരുടെ ഒപ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവനോടെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്നാൽ, അത് അങ്ങനത്തെ ഒരു കണ്ടീഷനിലായിരുന്നു. സുജാത ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ശ്വേതയുടെ കല്യാണം വിളിക്കാൻ വന്നിട്ട് ഒരു 7 മാസം കഴിഞ്ഞിട്ടാണ് ജോൺസൺ മാഷ് പോകുന്നത്. അത് ഓർമ്മയുണ്ടോ, ശ്വേതയുടെ കല്യാണം വിളിക്കാൻ? വന്നിട്ട് അപ്പൊ ഞങ്ങൾ ചേട്ടൻ വന്നില്ല എന്ന് പറഞ്ഞു, ഞാനും മോളും മോനും കൂടിയാ പോയത്. അപ്പൊ സുജു പറയുന്നു, അച്ചു എന്നാണ് മോന്, റെൻ എന്നാണ് പേര് അവന്റെ, റെൻ ജോൺസൺ, ഷാൻ ജോൺസൺ, അങ്ങനെ പിള്ളേരുടെ പേര്. അപ്പൊ ഞാൻ അച്ചു എന്നാ വീട്ടിൽ വിളിക്കുന്നത്. അപ്പൊ ഞാനും അച്ചും മോളും കൂടിയാ പോയത്. അപ്പൊ ഞാൻ സുജു പറയണായിരുന്നു, അച്ചു വന്നല്ലോ എനിക്ക് അത് മതി, ജോൺസൺ വരാത്തതിന്റെ വിഷമം മാറി. സുജു അവനെ പിടിച്ചു നിർത്തി, ഇങ്ങോട്ട് പാടാ. ആ കല്യാണം വിളിക്കാൻ വന്നപ്പോഴേ അവന്റെ റൂമിൽ പോയി വാതിലടച്ച് ഇങ്ങനെ അകത്തിരിക്കായിരുന്നു. അപ്പൊ അച്ചു വാതിലോർക്കെന്ന് പറഞ്ഞിട്ട് വാതിൽ തുറപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ കല്യാണത്തിന് വരണം കേട്ടോ സേതട്ടോ, കല്യാണത്തിന് എന്തായാലും വരണോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാ പോയത്. ഇപ്പൊ വേണുഗോപാലിനൊക്കെ ഏറ്റവും കൂടുതൽ പാട്ട് കൊടുത്തിട്ടുള്ള ജോൺസൺ മാഷ. എല്ലാവരും ബന്ധം സൂക്ഷിച്ച് തന്നെ പോകുന്നുണ്ടോ ഈ കുടുംബമായിട്ട്? ചിത്ര എപ്പോഴും വിളിക്കുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യും, അല്ലെങ്കിൽ മെസ്സേജ് ഇടും. ഞാൻ ഒന്ന് മെസ്സേജ്, എനിക്കിപ്പോൾ എന്തെങ്കിലും ചിത്രയോട് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ്, ചിത്ര ഫ്രീ ആണോ എന്ന് ചോദിച്ച ഉടനെ വിളിച്ചിട്ടുണ്ടാവും ഫ്രീ ആണെങ്കിൽ. അല്ലാതെ മറുപടി അഴിച്ച് ഞാൻ വിളിക്കാൻ കാത്തിരിക്കില്ല. അപ്പൊ തന്നെ ചിത്ര വിളിച്ച് പറയും എന്താ പറയണേ, എന്താ കാര്യം എന്നും പറഞ്ഞിട്ട്. സേത ഇടയ്ക്ക് വിളിക്കുമായിരുന്നു, പിന്നെ അവൾക്ക് കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോ തിരക്കായില്ലേ, അവരൊന്നും പറഞ്ഞിട്ട് വരില്ല, എല്ലാവർക്കും ഓരോരുത്തരുടെ തിരക്കല്ലേ. ഒരുപാട് പാട്ടുകളും ഉണ്ട് ശ്വേതയ്ക്ക്. അതെ, സേതയും മോളും ഒക്കെ ഒരേ കോളേജിൽ പഠിച്ചതാണല്ലോ. ബാക്കി സിനിമാ മേഖലയിലൊക്കെ നിൽക്കുന്നവരുടെയൊക്കെ വിളികളോ അല്ലെങ്കിൽ അന്വേഷണങ്ങളോ ഒക്കെ എപ്പോഴാണ് ഉണ്ടാവാറുള്ളത്? എന്തെങ്കിലും പ്രോഗ്രാംസ് എന്തെങ്കിലുമൊക്കെ ആവശ്യം, പ്രോഗ്രാമിന്റെ കാര്യത്തിന് ചെല്ലാനൊക്കെ ആണെങ്കിലും ജയേട്ടൻ വീട്ടിൽ വന്നിട്ടുണ്ട്. ജയചന്ദ്രൻ സാർ പറഞ്ഞിട്ടാണല്ലോ ദേവരാജൻ മാസ്റ്റർ അടുത്തേക്ക് പോകുന്നത്. അതെ അതെ. പിന്നെ വേറെ എന്റെ ആദ്യത്തെ പാട്ട് ജയേട്ടനെ പാടിയത്. ഇടയ്ക്ക് ആ മാനത്തെ വെള്ളിത്തേരില്ലേ, മാനത്തെ വെള്ളിത്തേരിൽ, അതിനകത്ത് രസം, മാനത്തെ വെള്ളിത്തേരിൽ പൂരം കാണാൻ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ പടം ഓർമ്മയുണ്ട്? മനസ്സിൻ മടിയിലെ എന്നുള്ള പാട്ടാണ് അത്. മോള് രണ്ടാമത് അത് റീടേക്ക് ചെയ്ത്, അവൾക്ക് ജോലിയുണ്ട്, ജോലിക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് ഈവനിങ് വന്നിട്ടാണ് ആ പാട്ട് ചെയ്തത്. അത് ഇരുന്ന് ചെയ്ത് അപ്പോൾ ഭയങ്കര ഇതായിരുന്നു അവൾക്ക്, ഭയങ്കര ടെൻഷനും സ്ട്രെസ്സും ഒക്കെ. ഞാനപ്പോൾ അവളോട് പറഞ്ഞു, മോനെ ഇപ്പം ചെയ്യേണ്ട പോലെ നമുക്ക് അടുത്ത വർഷം. അപ്പോൾ അച്ചു മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി അത് ഡെഡിക്കേറ്റ് ചെയ്ത് അവൾക്ക് ഇതിൽ യൂട്യൂബിൽ ഇടാൻ വേണ്ടിയിട്ടാണ് അവളത് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറയും അടുത്ത വർഷം നമുക്ക് ചെയ്യാം, വേണ്ടമ്മ ഇപ്പം ചെയ്യേണ്ട കാര്യം ഇപ്പം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അന്ന്
അവള് നിർബന്ധിച്ച് അത് അന്ന് രാത്രി ഇരുന്ന് ചെയ്ത് പാട്ട് യൂട്യൂബിൽ റിലീസ് ചെയ്ത മോൻ്റെ ബർത്ത്ഡേയുടെ അന്ന്. പിന്നത്തെ ബർത്ത്ഡേക്ക് അവളില്ലല്ലോ, അവള് ഫെബ്രുവരിയിൽ അവളും പോയില്ലേ. വേണുഗോപാലിനെ കുറിച്ച് പറയുമ്പോൾ താനേ പൂവിട്ട മോഹം പുള്ളിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയതാ. താനേ പൂവിട്ട മോഹം, താനേ പൂവിട്ട മോഹം മൂകം വിതുമ്പും നേരം പാടുന്നു സ്നേഹവീണയിൽ ഒരു സാന്ദ്ര സംഗമഗാനം ശാന്തനോപരമായി. അതേപോലെ മമ്മൂക്ക കള്ളനായിട്ടുള്ള കളിക്കളത്തിലാണ് ആകാശഗോപുരം, അതും ഈ പുള്ളിയുടെ ഭയങ്കര രസമുള്ള പാട്ടുകളിലൊന്നാണ്. വേണുഗോപാലിന്റെ ഒരു പാട്ടും കൂടെ ഭയങ്കര രസമുള്ള പാട്ടാണ് പീലിക്കണ്ണെഴുതിയില്ലേ. പീലിക്കണ്ണെഴുതി മനോജ് കെ ജയൻ എപ്പോഴും പാടുന്ന ഒരു പാട്ടാണ് പീലിക്കണ്ണെഴുതി. ഭയങ്കര രസമാണ്. അതിന് വേറൊരു രസമുള്ളൊരു താളമാണ് അതിനുള്ളത്. പീലിക്കണ്ണെഴുതി അഴകിൽ നമ്മളതിന്റെ കൂടെ ഇങ്ങനെ ഡാൻസ് ചെയ്തു പോകുന്ന ഒരു താളം ഉണ്ടല്ലോ, അത് ഭയങ്കര രസമാണ്. ശരിക്കും ഈ ആബ്സെൻസിൽ പാട്ടുകൾ കേൾക്കുമ്പോൾ പഴയ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർത്തെടുക്കുവോ ആ പാട്ടിനെ പറ്റിയിട്ട്? ഓർമ്മകൾ വരും. ആ റെക്കോർഡിങ്ങിന്റെ സമയം തൊട്ട് കമ്പോസിങ്ങിന്റെ സമയം തൊട്ട് എന്തെങ്കിലുമൊക്കെ ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഓർമ്മ വരും. കാഴ്ച ഇടയ്ക്ക് വെച്ചിട്ട് മങ്ങുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും പുതിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും മെമ്മറൈസ് ചെയ്യാൻ കുറച്ചൊരു പാടായിരിക്കും അല്ലേ? അതെ, വോയിസ് വെച്ചിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. വോയിസ് കുറെയൊക്കെ ഇടയ്ക്ക് വെച്ചായതുകൊണ്ട് അത് അത്ര ഒരു നല്ല പ്രോസസ് ആയിട്ടുണ്ടാവില്ല അല്ലേ? അതെ, കുറെ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ശരിക്കും കാഴ്ചയുടെ പ്രോബ്ലം എന്താണ്? എനിക്ക് കണ്ണില് ബ്ലീഡിങ് ആയതാണ്. പ്ലേറ്റ്ലെറ്റ്സ് കൗണ്ട് കുറയുമല്ലോ, അതാണ് എൻ്റെ അസുഖം. അപ്പൊ അതിന് കൊറോണയുടെ സമയത്തൊക്കെ ഞാൻ കുറച്ച് നാള് ഹോസ്പിറ്റലിൽ പോക്കൊക്കെ ഇത്തിരി കുറച്ചു. അപ്പൊ ആ സമയത്ത് കണ്ണില് ബ്ലീഡിങ് ഒക്കെ അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് പിന്നെ ലേസർ ചെയ്തൊക്കെയാണ് ആ ട്രീറ്റ്മെന്റ് എടുത്ത് അത് നിർത്തിയത് കണ്ണില്. ഇനി അത് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. മരുന്ന് കഴിക്കുന്നുണ്ട്, ഐ ഡ്രോപ്സ് ഇടുന്നുണ്ട്, ടാബ്ലറ്റും ഒക്കെ കഴിക്കുന്നുണ്ട്. ഈ വീട്ടിൽ ഇപ്പൊ ആരൊക്കെയാ താമസിക്കുന്നത്? ശരിക്കും ഞാനും അമ്മയും. സഹായിക്കാൻ ആളുണ്ടാവും? താമസിക്കുന്നില്ല, ഇടയ്ക്ക് വന്നിട്ട് പോകും. ഈ പാട്ടുകൾ ശരിക്കും ഇപ്പോ ഇവിടെ കേൾക്കുന്നുണ്ടോ? എന്തിലാ പാട്ട് കേൾക്കണേ? അത് ടിവിയിലാണോ? ടിവിയിൽ വരുമ്പോഴാണ് അധികം. പിന്നെ ആ പാട്ട് ഇതിലൊക്കെ വല്ലവരും ഒക്കെ ഇങ്ങനെ പാട്ട് എടുക്കുമ്പോഴൊക്കെ ഇട്ട് തരുമല്ലോ, അതൊക്കെ ആരെങ്കിലും വരുമ്പോ തന്നെ ഇട്ട് കേൾക്കും ഞാൻ. അല്ല, ഫോണിൽ കാണില്ല? ഫോണിൽ അങ്ങനെ എനിക്ക് എടുക്കാൻ പറ്റണില്ല, ആരെങ്കിലും സഹായിച്ചാലേ പറ്റുള്ളൂ. അതെ. അപ്പൊ ഈ ഷോസിലൊക്കെ ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ടൊക്കെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ അവിടേക്കൊക്കെ പോവും? അപ്പൊ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടാവും, ഒന്നില്ലെങ്കിൽ എന്റെ ബ്രദർ വരും. ഞാൻ സി കേരളയിൽ പോയത് ജോബിയാണ് ഉണ്ടായത് കൂടെ. ഇവിടെ വേറെ ഇവിടെയൊക്കെ ഫ്ലവേഴ്സിലൊക്കെ പോയപ്പോ എന്റെ ബ്രദർ ഉണ്ടായിരുന്നു ഇവിടെ. ജോൺസൺ മാഷിന്റെ ഭാര്യ എന്നുള്ള രീതിയിൽ പാട്ടുകളെ കുറിച്ചായിരിക്കുമല്ലോ എല്ലാവരും ആവർത്തിച്ച് ചോദിക്കുന്നത്. റിയാലിറ്റി ഷോസിലെ കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ആ കുട്ടികളൊക്കെ മാഷിന്റെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് എന്താണ് മനസ്സിൽ തോന്നുക? ശരിക്കും ഞാനിങ്ങനെ ഇരിക്കുമ്പോ എനിക്ക് തോന്നുന്നു ചേട്ടൻ ഇത് കേട്ടുവെച്ചെങ്കിൽ എത്ര ഇതായെന്ന് ഓർക്കും. ഈ ചെറിയ കുട്ടികൾ പാടുമ്പോഴേ അവര് തെറ്റാതെ പാടുമ്പോ അതൊരു അത്ഭുതമല്ലേ? അത് തന്നെ, ഇത്ര പ്രാവശ്യം അതുങ്ങൾ പഠിച്ചിട്ടായിരിക്കും അത്ര ക്ലീൻ ആയിട്ട് പാടാൻ പറ്റുന്നത്. ഒരു പ്രാവശ്യം ഒരു കൊച്ചിനോട് ചോദിച്ചു, അനുരാഗിണി പാടി. അപ്പൊ ചേട്ടൻ ചോദിച്ചു, മോൻ ഇത് എത്ര പ്രാവശ്യം റിവൈസ് ചെയ്തു? ഞാൻ 50 times ചേട്ടൻ ഒരു പെണ്ണെടുത്ത് അവന് കൊടുത്തു. ഇവരിങ്ങനെയായിരിക്കും ഇത് ചെയ്യുന്നത് ഞാൻ അത്ഭുതപ്പെടുന്നു. അതെ, ശരിക്കും അതെ. അത് ഈ ലെജൻസിന്റെ ഒക്കെ പാട്ടുകൾ ഒട്ടും തെറ്റാതെ പാടുകയാണ് അവരൊക്കെ. അപ്പോൾ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാൻ തൽക്കാലത്തേക്ക് അമ്മയ്ക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് പറയൂ, അത് രാധിക പാടും. ഏതോ ജന്മകൽപ്പന, പാളങ്ങൾ എന്ന് പറഞ്ഞ പടത്തില്. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവേദികളിൽ എന്നും നീ വന്നോ ഒരു നിമിഷം, ഈ ഒരു നിമിഷം വീണ്ടും നമ്മളൊന്നായി. ഏതോ ജന്മകൽപ്പനയിൽ ഏതോ ജന്മവേദികളിൽ. മോള് പാടിയിരുന്ന പാട്ടാണ് എപ്പോഴും. ഞാൻ എപ്പോഴും മോളെ കൊണ്ട് പാടിക്കുമായിരുന്നു ഈ പാട്ട്.
അപ്പോൾ കുറേ പാട്ടുകൾ. അതെ, എനിക്കൊട്ടും സമയം പോയത് അറിഞ്ഞില്ല. പാട്ടിൻ്റെ നേരം വെളുക്കോളം ഇരുന്നാലും എനിക്ക്. അതാണ് ഇനി ബാക്കിയുള്ളത്. ശരിക്കും പാട്ടുകൾ ഇങ്ങനെ നമുക്ക് കുറേ ഓർമ്മകളും ഒക്കെ ആയിട്ട്. എന്തായാലും ജോൺസൺ മാഷിനെ ഒരു കാലഘട്ടത്തിൽ മലയാളി മറക്കില്ല. ശരിക്കും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ഒരു ഇത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ അതിശയം തോന്നുന്ന പോലെ. ജോൺസൺ മാഷിൻ്റെ വൈഫാണ്. ഹോസ്പിറ്റലിൽ ചെന്നാലും അതെ, എവിടെ പോയാലും അതെ. ട്രഷറിൽ ചെന്നപ്പോൾ അപ്പോഴേക്കും ഒരാൾ ഓടി വന്നു, ജോൺസൺ മാഷിൻ്റെ വൈഫാണോ? നമ്മൾ തന്നെ അതിശയിച്ചു പോകും, ഇതെങ്ങനെ അറിഞ്ഞു എന്നുള്ള ഹോട്ടൽ. എന്തായാലും ആ ഓർമ്മകൾ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവും. പാട്ട് ഓരോന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ മാഷിനെ ഓർക്കാതെ പോകാൻ പറ്റില്ല. അത്രയും അസാധ്യമായിട്ടുള്ള പാട്ടുകൾ തന്നിട്ടുണ്ട്. ഇത്രയും സമയം മാം നമുക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചതിൽ നന്ദിയുണ്ട്. എനിക്കാണ് ഭയങ്കര സന്തോഷം. കുറേ ഓർമ്മകളൊക്കെ. അതെ, രാധികയുടെ കുറച്ച് പാട്ടുകളും കേൾക്കാൻ പറ്റി. ഓക്കെ, അപ്പോൾ നന്ദിയുണ്ട് സംസാരിക്കാൻ. താങ്ക് യു രാധിക. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നീ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോൾ കുളിരല മൂടുമ്പോൾ ഇരുളു വീഴും വഴിയിൽ നീ തനിയെ പോകുമ്പോൾ വിങ്ങുമീ രാത്രി തൻ നൊമ്പരം മാറ്റുവാൻ അങ്ങകലെ നിന്നു മിന്നും നീ പുണർന്നൊരേ താരകം. മനസ്സിൻ മടിയിലെ മാന്തളിരിൽ മയങ്ങൂ മണിക്കുരുന്നീ, കനവായി മിഴികളെ തഴുകാം ഞാൻ. ഉറങ്ങൂ നീ ഉറങ്ങൂ. ഉറങ്ങൂ നീ ഉറങ്ങൂ.